നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മൃഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ കായിക മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി വരാനുള്ളത് കലോത്സവമാണ്. അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പരാതികളൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നതാണ്. ആദ്യമായി ആമകളെ പ്രതിനിധീകരിച്ച് അനൂപ് ചന്ദ്രനാണ് വരുന്നത്. അനൂപ് ചന്ദ്രനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അളിയ, കഴിഞ്ഞ 5 വർഷമായി ഞാനും പോയാലും കൂടി വിവാഹം കഴിച്ചിട്ട് അവക്കറിയോ എന്ന് അവക്കറിയില്ല. എൻ്റെ അളിയ, അവളുടെ ഇപ്പോഴത്തെ പരാതി പറഞ്ഞാൽ കഴിഞ്ഞ ഓട്ട മത്സരത്തിൽ അവക്കായിരുന്നു ഫസ്റ്റ് എന്നാണ് അവളുടെ അഭിപ്രായം. ആരോ ഉറക്ക ഗുളിക കൊടുത്ത് അവിടെ ഉറക്കി എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നെ അളിയ, ഇപ്പം 5 മണിക്ക് എന്നെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പറയും നടന്നു കഴിഞ്ഞാൽ തടി കുറയും, തടി കുറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം കൂടുമെന്നാണ് അവളുടെ അഭിപ്രായം. ഈ തടിയും വെച്ച് നമ്മൾ ആമകൾ 120 വർഷത്തോളം ജീവിക്കാറുണ്ടടിയ. ഓ എൻ്റെ പൊന്ന് ആവേ, ഈ നിൽക്കുന്ന എന്നെ മനസ്സിലായോ? ഞാനാണ് ഒട്ടകപ്പക്ഷി. എടോ, പക്ഷികളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയത് ഞങ്ങളാ. 9 അടിയാ ഞങ്ങളെ ഉയരം. ഞങ്ങളെ മുട്ട എന്ന് പറയുന്നത് ഏറ്റവും വലുതല്ലേ. അതുപോലെ ഞങ്ങളുടെ ഓട്ടമോ 60 കിലോമീറ്റർ സ്പീഡിലല്ലേ ഞങ്ങളെ ഓട്ടം. എടോ, ഇത്ര കഴിവുള്ള ഞങ്ങളുടെ പേരോ ഒരു മൃഗത്തിന്റെ പേരും കൂടെ ഒരു പക്ഷിയും, ഒട്ടകപ്പക്ഷി. എടോ, ഇത് നമ്മുടെ പേരൊന്ന് മാറ്റിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പൊന്നു ഒട്ടകമേ. ഓ, ഒട്ടകമല്ലടാ, ഒട്ടകപ്പക്ഷി എന്ന് പറയടാ. എൻ്റെ പൊന്നു ഒട്ടകപ്പക്ഷി, ഞങ്ങൾ ഈ പശുക്കളുടെ പരാതിയും കൂടി നീ ഒന്ന് കേൾക്ക്. എൻ്റെ പൊന്നു മോനെ, ഞങ്ങൾ ഈ പശുക്കളുടെ പാലെടുക്കുമ്പോൾ ഞങ്ങൾ ഒരാളോടും അനുവാദം ചോദിക്കാറില്ല. പിന്നെ ഞങ്ങൾ ഈ പുല്ല് തിന്നുമ്പോൾ ഞങ്ങളുടെ പുറത്തൊരു കാക്കമ്മ വന്നിരിക്കും. പോവാൻ പറയുമ്പോൾ കാക്കമ്മ പറയും നിങ്ങളുടെ വിശപ്പും മാറും, നിങ്ങളുടെ കടിയും മാറും എന്നൊക്കെയാണ് കാക്കമ്മ പറയുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എത്രയോ പാവങ്ങൾ. എൻ്റെ പൊണ്ണു ഉമ്മൻചാണ്ടി സാറേ, നിങ്ങളുടെ മയിലിൻ്റെ പ്രശ്നം ഇനിയും കഴിഞ്ഞില്ലേ? ഒരുപാട് കാലമായല്ലോ ആ കേസ്. ഇത് വളരെ പഴയ കേസാണ്. ഞങ്ങൾ മയിലുകൾ, ഈ ആൺമയിലുകൾ മേക്കപ്പൊക്കെ ചെയ്ത് പീലിയൊക്കെ വിടർത്തി അങ്ങ് പുറത്തങ്ങ് പോകുമ്പോൾ പെൺമയിൽ വന്ന് പറയും നിങ്ങൾ ആ പീലി ഒന്ന് താക്കുമെന്ന്. അതുവരെ പറയുന്നത് കേട്ടനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ മഴമേഘങ്ങളൊക്കെ കാണുമ്പോൾ പീലി വിടർത്തി ഞങ്ങളങ്ങ് ആടും. അതൊരു ഞങ്ങളുടെ ഒരു ശീല. എല്ലാവരോടും അടുത്തതായി നമ്മുടെ കായിക മത്സരത്തിൽ ഫുട്ബോളിൽ മത്സരിച്ച കുഴിയാമയാണ് വരുന്നത്. കുഴിയാമയെ പ്രതികരിച്ച് നമ്മുടെ പൂജപ്പുര രവിച്ചേട്ടനാണ്. അവർ തോറ്റ് തുന്നം പാടിയിട്ടാണ് ഉള്ളത്. ആരും അവരെ കളിയാക്കരുത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പൊന്ന് ബാബു, ഞാനൊരു വെറും പാവമാണ്. ആ കോച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഫുട്ബോളിൽ ചെയ്യുന്നത്. എൻ്റെ പൊന്ന് സാറേ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് പിറകോട്ട് സഞ്ചരിക്കുന്ന ജീവികളായതുകൊണ്ട് എൻ്റെ പൊന്നു സാറേ, ആ ബോളുമായിട്ട് ഞങ്ങൾ ഗോളി പോസ്റ്റിൻ്റെ അകത്തേക്ക് പോയി ഞങ്ങൾ തോപ്പിയിട്ടു. ആ ഒരു ജാതി. എൻ്റെ പൊന്നു സാറേ, ഞങ്ങളൊന്ന് പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾ വരൂ. അടുത്ത പ്രാവശ്യം മുതൽ ഞങ്ങളെ പിടിച്ച് വടംവലിയിലോ മറ്റും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റും. ആ ഒരു ജാതി, ഒരു മതമാണ് ഞങ്ങൾ ഈ സീബ്രകൾക്കുള്ളത്. ഈ മനുഷ്യന്മാരുടെ വിരലടയാളം പോലെയാണ് ഓരോ സീബ്രകളുടെയും വരകൾ. എത്രയോ പാവങ്ങൾ, 1,50,000 പാവങ്ങളാണ് ഇപ്പം ഈ ഭൂമിയിലുള്ളത്. ഞങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യന്മാർക്ക് എത്രയോ ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം സീബ്രാലൈൻ, അവരുടെ ഒരു റോയൽറ്റി പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല. അടുത്തതായി നമ്മുടെ ഈ കാട്ടിൽ നിന്നും ഭക്ഷ്യവിഷബാധ ബാധിച്ച ഒരു ജിറാഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഓരോ വയസ്സേ വിശന്നു വലഞ്ഞ് കയറി വന്ന എനിക്ക് അൽഫാം തന്ന ആ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ജിറാഫിനൊരു ദിവസം 70 കിലോ ഭക്ഷണം വേണം. ഇത്ര വലിയ ജീവിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖം കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടർ അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ഇവിടെ വന്ന എല്ലാവരും കൃത്യമായി അവരുടെ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മീറ്റിംഗ്, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും അടുത്ത മീറ്റിംഗ് ഓൺലൈനിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും റീചാർജൊക്കെ ചെയ്ത് കൃത്യമായി വരിക. അടുത്ത മീറ്റിങ്ങിൽ വീണ്ടും കണ്ടുമുട്ടുക എന്നൊരു പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടിപൊളി